കണ്ടിട്ടാ ഇയാളെ നോക്കണത്. എടി ആ ചേട്ടൻ ആ ചിറ്റൂർ ക്ഷേത്രത്തിന്റെ ആൽമര വളവ് വളച്ച് നിർത്തണം. നീ കണ്ടിട്ടുണ്ടോ? ഈ മോളെ അയാൾക്ക് ഓരോ റൂട്ടിൽ ഓരോ ആൾക്കാരായിരിക്കും. ഞാനും അതിനൊരു ബസ് മാത്രല്ലല്ലോ കാരണത്. ഞാനും കോഴിയാടി. എടി നിങ്ങൾ ഇവിടെ നിക്കേ, ഞാനിപ്പോ വരാം. ആ ശരി. ഇത് വെന്തിട്ടില്ല. മതി. ചേട്ടാ പൊറോട്ട ബീഫേ. എടാ പൊറോട്ടെങ്കിലും ആയടാ. പൊറോട്ട ഒന്നും ആയില്ല മോളെ പൊറോട്ടക്കാരൻ പോയി. ഇത് പുതിയ ആളാ. കപ്പയും ബീഫ് എടുക്കട്ടെ. ഓ വേണ്ട, സൂപ്പർ കപ്പയാണ്. എന്റെ പൊന്നേട്ടാ, ഈ കടയിൽ ആകെ കഴിക്കാൻ കൊള്ളാന്ന പൊറോട്ട ബീഫാ. വെറുതെ നിങ്ങളെ തമ്മി പിരിക്കാൻ നോക്കണ്ട. അതും ഇങ്ങനെ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചു പോക്കട്ടെ ഏട്ടാ. അതെ ഒന്ന് നിന്നേ. കുറച്ചേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നല്ല കിടിലൻ കിണ്ണത്തപ്പം പുളി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തരാം. വെയിറ്റ് ചെയ്യൂ. എന്ത് സാധനം? കണ്ടോ, ബീഫാ. കഴിച്ചു നോക്ക്. അതെന്താ ഒരു ചായ ബാക്കി ഇതെന്താ പഴംപൊരിയാ? ഈ കുന്തോണം നീ ഇത്ര നിന്നോട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എടാ പൊറോട്ട ഉണ്ടാക്കാനല്ലേ നിന്നോട് കൊണ്ടുവന്നു. ഇത് പൊറോട്ട എവിടാ? അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല പൊറോട്ട. ലോകത്ത് ഉണ്ടാക്കാൻ ഏറ്റവും പാടുള്ള സാധനമാണ് പൊറോട്ട. അതുണ്ടാക്കണവനെ കലാകാരനെ ബഹുമാനിക്കാൻ പഠിക്കും. പൊറോട്ടേനെ ആ കുഞ്ഞേട്ട ഒന്ന് കാല് പിടിച്ചിട്ട് ഈ ഗതിയില്ലാത്ത ഞാൻ പണിക്കുന്നു. ആ കുഞ്ഞേട്ടയുടെ തല അടിച്ചു കുടിക്കാൻ അള്ളഞ്ഞിട്ടാ. കള്ള പന്നി ഇങ്ങോട്ട് വരട്ടെ. നീ എന്താണ് പൊറോട്ട അടിച്ചോണ്ടിരിക്കണേരുന്ന? പൊറോട്ട ഒന്നും കിട്ടില്ലടി. അവ അടുക്കാൻ വേറെന്തോ സാധനം ഉണ്ടാക്കി തന്നോട്ട്. സാധനം കൂടുതലെങ്കിൽ നമുക്ക് നാളെ പോയി തെറിവിളിക്കടി. തള്ളങ്ങട് അത് ഞാൻ തിന്നോക്ക, അപ്പൊ എനിക്ക് മനസ്സിലാവും. എടാ ഇവിടെ നിക്കേ, ഞാനൊരു സാധനം മേടിച്ചു വരാം. ചേട്ടാ, ഇന്നലെ തന്ന പഴംപൊരും ബീഫും ഇല്ലേ, മാരൊക്കെ കോമ്പിനേഷൻ ആയിരുന്നു. വേറെ ലെവല്, വേറെ ലീഗ്, വേറെ ടെറിട്ടറി. പിന്നല്ലേ ആ പഴംപൊരിക്കൊക്കെ എന്ത് കിടക്കാച്ച ടേസ്റ്റ് ആയിരുന്നറിയോ? ഒരു 5 ബീഫും കൂട്ടി വേഗം എടുത്തു. ഇപ്പഴാ? അല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനെന്താ, വെയിറ്റ് ചെയ്യാം. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അമ്മാര് സാധനമാണത്. കള്ളക്കാരൻ പഴംപൊരി ബീഫാ അങ്ങനെയൊക്കെ തിന്നോ? എന്നൊരു പ്ലേറ്റ് നമുക്ക് പോരട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലാ. ഇവിടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിരുന്നു നമ്മളൊന്നും അറിഞ്ഞില്ല. എന്നാ എനിക്കും പോരട്ടെ ഒരു പ്ലേറ്റ്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇവരെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയത്. എടാ ചിത്തു, ഇനി നീ ആ സസ്പെൻസ് ആക്കണം. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പഴംപൊരി ബീഫും കൊടുക്കും.